എല്ലാവർക്കും ഷങ്സ് ഇൻഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ്. ആദ്യം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പൗഡർഡ് ഷുഗർ, വീറ്റ് പൗഡർ 1 കപ്പ്, ലെമൺ 1/2, തണുത്ത വെള്ളം 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബട്ടർ ആവശ്യത്തിന് തടവാൻ മാത്രമാണ് ബട്ടർ എടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടുന്നത് ഇത്തിരി ഉപ്പ്. നമ്മൾ അകത്തൊരു ഡയറി മിൽക്കിൻ്റെ ചെറിയൊരു പീസ് ഇടുക എന്നുണ്ടെങ്കിൽ ഒരു ചോക്കോ ലാവ കേക്ക് പോലത്തെ ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടും. അതിനുവേണ്ടി ഞാനൊരു ചോക്ലേറ്റ് ഡയറി മിൽക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒരു ഡയറി മിൽക്കിൻ്റെയോ അമുൽ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു പീസ്. പിന്നെ വേണ്ടുന്നത് നമുക്കിതിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിലിക്ക കപ്പാണ് ഇത് ഞാൻ യൂസ് ചെയ്യണത്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഫസ്റ്റ് ഈ ഷുഗർ ഒന്ന് അലിയിച്ചെടുക്കുകയാണ്. ഓക്കെ, പഞ്ചസാര ഇതിലൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഞാൻ ഇട്ടു. ഇതിലേക്ക് ബാക്കിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ, വാനില എസൻസ്, ½ ടീസ്പൂൺ മതിയാവും, നാരങ്ങ 1/2. ഇത് മാറ്റി വയ്ക്കുക. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് വീറ്റ് പൗഡർ 1 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ഒരു നുള്ള്, ബേക്കിംഗ് സോഡ ഞാൻ ½ ടീസ്പൂൺ, ബേക്കിംഗ് പൗഡറാണ് അത്, ½ ടീസ്പൂൺ. ബേക്കിംഗ് സോഡ ഞാൻ 1/4 എടുക്കുന്നുള്ളൂ, ഒന്ന് നോട്ട് ചെയ്യുക. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ലംസൊന്നും ഇല്ലാത്ത പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലംസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുക്കുക. കൈ യൂസ് ചെയ്യാതിരിക്കുക. സ്പൂൺ വല്ലതും വെച്ചിട്ട്, അല്ലെങ്കിൽ ഫോർക്കായാലും കുഴപ്പമില്ല. ഫോർക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സ്പൂണിനെക്കാട്ടിലും. ഇതിലേക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. വല്ലാതെ ലിക്വിഡ് ഫോമിലേക്ക് വരരുത്. എയർ ഫ്രയറിൽ വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിനെക്കാട്ടിലും കുറച്ച് ലിക്വിഡ് ബേസ് ഇതിന് കുറവാണ് വേണ്ടത്. സാധാരണ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന വീറ്റ് പൗഡർ അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം യൂസ് ചെയ്തു. വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് ഇതിന് വേണ്ട കൺസിസ്റ്റൻസി. നോക്കിക്കോളൂ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വല്ലാതെ ഒഴുക്കുന്ന രീതിയിൽ എടുക്കരുത്. അപ്പോൾ ഒട്ടും പൊങ്ങില്ല. ഇത് വല്ലാതെ ഇളക്കാനും പാടില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ഇനി സിലിക്ക കപ്പ് എടുക്കുക. ഇത് കടകളിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പ് കേക്കിന് യൂസ് ചെയ്യുന്ന സാധാരണ പേപ്പർ കപ്സ് കിട്ടുന്ന കപ്പ് കേക്ക്സിൻ്റെ കപ്സ് കിട്ടും, അതായാലും മതിയാവും. ഇത് ചെറുതായിട്ട് ബട്ടർ ഒന്ന്
തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് നേരെ വയ്ക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു 6 കപ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് എയർ ഫ്രയറിൽ ഫിറ്റാവും. നമുക്കിത് ഒഴിക്കാം. വല്ലാതെ പൊങ്ങരുത്, കാരണം നമുക്ക് പൊങ്ങാനുള്ളൊരു സ്ഥലം വേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒരു പീസ് ഡയറി മിൽക്ക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ 4 കപ്പും ചെയ്തെടുക്കുക. ഞാൻ 4 കപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പ്രീഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഇത് ഓപ്പൺ ചെയ്യുക. ഇതിലേക്ക് ഈ 4 കപ്പും വച്ച് കൊടുക്കുക. പിന്നെ 6 കപ്പ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ കപ്പാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 4 വയ്ക്കുന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വച്ചിട്ട് 180 ഡിഗ്രി തന്നെ ഒരു 10 മിനിറ്റ്സ് വെച്ച് കൊടുക്കുക. ഓക്കെ, ബസ്റ്റർ അടിച്ചിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ്സാണ് ഞാൻ വച്ചിരിക്കുന്നത്. 180. ഓക്കെ, നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇത്തിരി 180 ഡിഗ്രിയിലാണ് വെച്ചിരുന്നത്. ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് പുറത്തിരിക്കട്ടെ. എന്നാലേ ആ ഒരു അകത്തുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ്സ് ഇത് പുറത്തിരുന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ കപ്പ് കേക്ക് ഒന്ന് കട്ട് ചെയ്തതാ കാണാൻ വളരെ സ്പോഞ്ചിയാണ്. നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. വളരെ സ്പോഞ്ചിയാണത്. ഒരു മിഡിലായിട്ട് ഒരു ചെറിയൊരു മോയിസ്റ്റും കാണാം. അത് നമ്മുടെ ഡയറി മിൽക്ക് മെൽറ്റായി വന്നേക്കുന്നതാണ്. ഈ കാണുന്നത് ഡയറി മിൽക്ക് നമ്മുടെ മെൽറ്റായി വന്നേക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സാർ നമ്മൾ ചോക്കോ ലാവ കേക്ക് എന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് പോലെ തന്നെയാണ്. ഇത് മെൽറ്റായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ചോക്ലേറ്റ് കപ്പ് കേക്ക്. വീറ്റ് പൗഡർ കൊണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആകെ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ തടവാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.